നിങ്ങളെപ്പോഴും ഗൂഗിളിനോട് പഴയ പോലെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ നിർത്തിക്കോ. ഗൂഗിൾ അതിൻ്റെ കളി മാറ്റിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഗൂഗിളിൻ്റെ ഫ്ലാഷ് 3.5 ലൈവായിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ സ്പീഡാണ്. നമ്മൾ സാധാരണ ഒരു AI മോഡലിനേക്കാൾ 4 മടങ്ങ് സ്പീഡിലാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. മറ്റൊന്ന് ഇതിൻ്റെ ഫീച്ചറായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ സ്പാർക്കാണ്. ഗൂഗിൾ സ്പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡിവൈസ് ഓൺ അല്ലെങ്കിൽ കൂടെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമ്മുടെ ഇമെയിലുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ പ്ലാനുകൾ ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു ഓട്ടോമേഷൻ എന്ന് നോക്കാം വരും. അപ്പോൾ ഈ ഷീറ്റ് നോക്കുക, ഈ ഒരു റോ ഡാറ്റ നോക്കുക. അതായത് കുറേ ഡാറ്റ ഉണ്ട്, കസ്റ്റമർ നെയിം, ലൊക്കേഷൻ, ഫോൺ നമ്പർ, സ്റ്റാറ്റസ്. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഈ ഡാറ്റയെ റിഫൈൻ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ആസ്ക് ജെമിനി ഉണ്ട്. ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ക്ലീൻ ദിസ് ഡാറ്റ, മേക്ക് ദ ലൊക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് കൺസിസ്റ്റൻറ്റ് ഇൻ പ്രോപ്പർ കേസ് എന്ന് പറഞ്ഞ് മാച്ച് കേസൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ആക്കി മാറ്റണം. അപ്പോൾ അതിനിവിടെ പ്രോംപ്റ്റ് കൊടുത്തു, ജസ്റ്റ് ഗോ കൊടുത്തു. ആ ഒരു പ്രോസസ്സിങ് അവിടെ, ആ തിങ്കിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ഡാറ്റയെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതിങ്ങനെ ആ പ്രോസസ്സ് കഴിയുന്നതോട് കൂടെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഈ ഡാറ്റ എന്ത് ചെയ്യും, റിഫൈൻ ചെയ്ത് ഒന്നുകൂടിയൊക്കെ വൃത്തിയുള്ള ഞാൻ നേരത്തെ കൊടുത്ത ഡാറ്റ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീച്ചറിനെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളെ വർക്കിനെ ഹാർഡ് വർക്ക് എന്ന് മാറ്റി സ്മാർട്ട് വർക്ക് ആക്കുക, ഓട്ടോമേറ്റ് ചെയ്യുക. താങ്ക് യു.